മരടിൽ തോക്ക് ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലായി. ജസിൻ, എബിൻ കുര്യാക്കോസ് എന്നിവരാണ് പിടിയിലായത്. ഇരുവരും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, വിവരങ്ങൾ പറയും. രതീഷ്, അതായത് 81 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസമാണ് ഈ മരടിലെ സ്റ്റേറ്റ് കമ്പനിയിൽ നിന്നും ഒരു സംഘം എത്തി മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. അത് നോട്ട് ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ് കമ്പനി ഉടമയായ സുബിനിൽ നിന്നും പണം തട്ടുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഈ പണം വാങ്ങാൻ എത്തിയ സമയത്താണ് ഇവർ തന്നെ മുഖംമൂടിധാരികളായി എത്തി അവിടെ നിന്നും പണം അപഹരിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. തുടർന്ന് അവിടെ ഒരാൾ മാത്രം ആണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് വിശദമായ രീതിയിൽ അന്വേഷണം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ 7 പേരെ പോലീസ് പിടികൂടുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ വിശദമായ രീതിയിൽ അന്വേഷണങ്ങൾ നടത്തിയത്. ഇടുക്കി, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ഇനി ഒരാളെ കൂടിയാണ് കിട്ടാനുള്ളത്. മുഖംമൂടി ധരിച്ചെത്തിയ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇനി മുഖംമൂടിധാരിയായിട്ടുള്ള ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. നേരത്തെ തൃശൂർ വടപ്പുറത്ത് നിന്നും ഇവർ സഞ്ചരിച്ച വാഹനവും അതോടൊപ്പം തന്നെ 20 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. നിലവിലിപ്പോൾ ഈ ഇടുക്കിയിൽ നിന്നും ഇവരുടെ പക്കലുണ്ടായിരുന്ന കുറച്ച് പണം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ പോണ്ടിച്ചേരിയിലും ഇവർ കൈവശം പണം വെച്ചിരുന്നു. ഈ പണവും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഖ്യ പ്രതികളെ എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇനി ഒരാളെ മാത്രമാണ് 80 ലക്ഷം രൂപ കവർന്ന കേസിൽ ഒരാളെ കൂടി പിടികൂടാകാനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആളുകളെ പിടിച്ചു എന്നാണ് ശ്യാം പ്രസാദ് ഉത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്.